കുറ്റിപ്പുറത്ത് ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന ആ സ്ഥലത്താണ് നമ്മളിപ്പോഴുള്ളത്. അപകടം എനിക്ക് പിന്നിൽ കാണുന്ന ആ റീപ്പിൾ ലൈനുകളുടെ ഭാഗത്ത് നിന്ന് ബസ് സ്ലിപ്പായി അല്ലെങ്കിൽ ഹൈഡ്രോപ്ലെയിൻ ചെയ്തു വരിക എന്ന് പറയും. അതായത് കൃത്യമായി മഴയുണ്ടായിരുന്നു, ബസ് അത്യാവശ്യം സ്പീഡിലായിരുന്നു, അത്യാവശ്യമല്ല അതിനേക്കാൾ അമിത വേഗതയിലായിരുന്നു ബസ് എന്ന് തന്നെ പറയാം. അപ്പോൾ അമിത വേഗതയും മഴ പെയ്ത് വണ്ടിക്കുണ്ടായിരുന്ന റോഡിലുണ്ടായിരുന്ന തെന്നലും ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം റോഡിലുണ്ടാകാറുണ്ട് മഴയുള്ള സമയങ്ങളിൽ. ആ ഒരു പ്രതിഭാസമാണ് ഈ അപകടത്തിനിടയാക്കിയത്. ആ വാഹനം തെന്നി നേരെ വന്നിടിക്കുന്നതിന് പകരം വാഹനം റോഡിന് കുറുകെയായി ചെരിയുന്നു. അതിനുശേഷം കോൺക്രീറ്റ് ഭിത്തിയിൽ ചെന്ന് വാഹനം അടിക്കുന്നു. വാഹനത്തിൻ്റെ സെൻട്രൽ ഭാഗം, നടുഭാഗമാണ് ടാങ്ക്, പെട്രോൾ ഡീസൽ ടാങ്കൊക്കെ വരുന്ന ആ ഭാഗം കോൺക്രീറ്റ് ഭിത്തിയിൽ അടിക്കുന്നു. അതിനുശേഷം വാഹനം നേരെ മറിയുകയാണ് ഉണ്ടായത്. ആ മറിയുന്ന ആ വാഹനം ചെന്നിടിച്ച ആ ഒരു ആഘാതത്തിൽ തന്നെയാണ് വാഹനത്തിൻ്റെ ചേസിസ് അടക്കം വാഹനത്തിൽ നിന്ന് വേർപെട്ടു പോരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കുറച്ച് നാട്ടുകാർ ഇവിടുത്തെ ഈ അപകട സ്ഥലത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇതൊരു തികച്ചും അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ഒരു എൻട്രി പോയിൻ്റാണ്. എനിക്ക് പിന്നിൽ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഈ വാഹനങ്ങൾ എനിക്ക് പിന്നിലെ സർവീസ് റോഡിൽ നിന്ന് വരുന്ന സമയത്ത് അത് ഏത് രീതിയിൽ അപ്പുറത്തോട്ട് കയറുന്നു എന്നുള്ളത് പ്രധാന റോഡിലൂടെ, ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അപകടമുണ്ടാകുന്നത്. വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നു. ഇന്നലെ ആ ബസ്സും അമിത വേഗതയിലായിരുന്ന ബസ് പെട്ടെന്ന് രണ്ട് ബൈക്കുകൾ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കാണുന്ന സാഹചര്യത്തിൽ കണ്ട ഉടനെ തന്നെ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് ഈ ഒരു അപകടമുണ്ടാകാനുണ്ടായ കാരണം. അപ്പോൾ ഈ ആക്സിഡൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ സർവീസ് റോഡ്, ഈ ഹൈവേക്ക് കയറുന്ന ഇതുണ്ടല്ലോ, അത് മാറ്റണം. ഈ റോഡിനെ ബന്ധിപ്പിക്കുക, ബ്ലോക്കാക്കുക. സർവീസ് റോഡ് നേരെ സ്ട്രൈറ്റ് കൊടുത്തിട്ട് ഒരു വൺ വേ ബ്രിഡ്ജ് കൊടുക്കണം. അതായത് കുറ്റിപ്പുറം, എടപ്പാൾ, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ. മറ്റേത് ഇവിടുന്ന് പെട്ടെന്ന് വണ്ടി വരുമ്പോൾ ആ ഒരു ഏരിയ എത്തുമ്പോൾ റോഡ് ചുരുങ്ങാണ്. ആ ഒരു പോർഷനും കൂടി റോഡായി കൊടുക്കണം. ഈ ഡിവൈഡർ മുട്ടിക്കുക. സർവീസ് റോഡ് നേരെ സ്ട്രൈറ്റ് എന്ത് ചെയ്യണം? ഒരു സിംഗിൾ ബ്രിഡ്ജ് കൊടുക്കുക. അല്ലാതെ ഈ അപകടം കുറയില്ല. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ 2 ബൈക്കുകാർ പെട്ടെന്ന് കയറി വരുന്നുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടി ചവിട്ടിയതാവാം. ബസ് ഓവർ സ്പീഡായിരുന്നു, മഴയുണ്ടായിരുന്നു. ആ ഒരു ചവിട്ടലാവാം ഈ അപകടം ഉണ്ടായത്. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ പേടിയാണ്. അത്രയും ഡേഞ്ചറാണ് ഈ ഒരു ഏരിയ. അവിടെ ഒരുപാട് ഏരിയ ബാലൻസാണ്. ആ ഏരിയ കൂടെ സിംഗിൾ ബ്രിഡ്ജാണ് കൊടുക്കുക. ഒരു സിംഗിൾ ബ്രിഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ പരിഹാരമായി. അപ്പോൾ ഈ അപകടം കുറയുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒന്നിലധികം നാട്ടുകാരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഈ നാട്ടുകാരിൽ നിന്നെല്ലാം വ്യക്തമായ ഒരു വിവരം, ഈ എൻട്രി പോയിൻ്റ് ഇവിടെ അശാസ്ത്രീയമാണ്. ഒരു തരത്തിലും ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഈ എൻട്രി പോയിന്റിലേക്ക് സർവീസ് റോഡിൽ നിന്ന് കയറുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കില്ല. സ്ട്രൈറ്റ് ഒരു ഹൈവേയിൽ വന്നിട്ട് പെട്ടെന്നുണ്ടാവുന്ന ഈ ഒരു ബെൻഡ്, ഹൈ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇതിലൊരു സർവീസ് റോഡ് ഉണ്ടെന്നും ആ സർവീസ് റോഡിൽ ഇങ്ങനെ വാഹനങ്ങൾ കയറി വരുന്നതും പെട്ടെന്ന് കാണാൻ കഴിയാത്തതുകൊണ്ടും ഈ ഹൈവേയിൽ നിരന്തരമായിട്ട് ആക്സിഡൻ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് പുതിയ പേരും കൂടി വന്നു, വട്ടപ്പാറ വളവ് എന്നൊരു പേരും കൂടി ഇതിന് ചാർത്തി കിട്ടിയിട്ടുണ്ട്. ഈ ആക്സിഡൻറ്റ് കൂടെ കുറയണമെങ്കിൽ റെയിൽവേ മേൽപ്പാലം വീതി കൂട്ടുകയല്ലാതെ ഇതിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഒരു 3 വരി ലൈൻ വന്നിട്ട് പെട്ടെന്ന് 2 വരിയോ 1 വരിയോ ആവുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് ശക്തമായി ഇവിടെ അനുഭവിക്കുകയാണ്. അതിൻ്റെ പേരിൽ റെയിൽവേ അധികൃതരും NHAയും കൂടി ചേർന്ന് ഈ നാഷണൽ ഹൈവേയുടെ ഈ പാലം വീതി കൂട്ടി കുറ്റിപ്പുറം തൃശ്ശൂർ വഴിക്ക് പോകുന്ന വാഹനങ്ങളെ മറ്റൊരു റോട്ടിലൂടെ കടത്തിവിടാനുള്ള, അതായത് ഹൈവേയിൽ കൂടെ തന്നെ കടത്തിവിട്ട് ഇത് ഇറങ്ങാനുള്ളൊരു മാർഗ്ഗം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഇതിനൊരു സൊല്യൂഷനായിട്ടുള്ളത്. നമ്മൾ പണ്ട് വെള്ളങ്ങൾ വീട്ടിലേക്ക് കയറിയ സമയത്തും ഇത്തരം വർക്കുകൾ ചെയ്ത സമയത്തും ഇതൊക്കെ പല ആവർത്തി ഈ NHAയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവർക്ക് നമ്മൾ പറയുന്ന വാക്കുകളൊന്നും ഒരു മുഖവിലക്കെടുക്കാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവണ്ടേ. എവിടുന്നോ വന്ന കുറേ ചെറുപ്പക്കാർ കുട്ടികൾ ഈ റോട്ടിലൂടെ അങ്ങോട്ടും പായുക എന്നല്ലാതെ ഇതെന്താണ് ചെയ്യണേ എന്നുള്ളത് നോക്കാനൊരു മെയിൻ എഞ്ചിനീയറോ മറ്റു കാര്യങ്ങളോ അതിലുണ്ടോ? നമ്മൾ കണക്കൂട്ടിരുന്നതിന് മുമ്പ് ഇവിടെ 2 പാലം വരും.
റെയിൽവേക്ക് 2 പാലം വരുന്ന നമ്മൾ കണക്കൂടെ. പണി കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിംഗിൾ പാലം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഒന്നാമത് അവിടെ ഭയങ്കര ടേണിങ്ങാണ്. ആ ടേണിങ് ഈ സർവീസ് റോഡ് ഈ വളവ് നീർത്ത ലെവൽ ചെയ്യാന്നുള്ളതാണല്ലോ ഇതിന്റെ ഉദ്ദേശം. ഈ വളവ് എത്രമാത്രം നീർന്നു. ഞാൻ വാഹനം ഓടിക്കുന്ന കാലത്തും ഞാൻ ചെറുപ്പമായിരിക്കുന്ന കാലത്തും ആ വളവായിട്ട് തന്നെ ഉണ്ട്. ഇന്നും ആ വളവായിട്ട് തന്നെ ഉണ്ട്. വട്ടപ്പാറ ബെൻഡ് നിർത്തിയതിന് ബദൽ വേറൊരു അപകട സ്ഥലം ഉണ്ടാക്കി കൊടുക്കായിരുന്നോ നാഷണൽ ഹൈവേ ചെയ്തതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത്ര ആളായി ഇപ്പോൾ ഇവിടെ മരണത്തിലും ആക്സിഡൻറ്റിലും പെടുന്നത്. നമ്മൾ പിന്നെ ഇവിടുന്ന് കണ്ട് നമ്മൾ കണക്കൂട്ടിയത് പിന്നെ പമ്പ് മുതലും കണ്ട് എത്ര ആക്സിഡൻറ്റ് ഈ ഹൈവേൻ്റെ പണിക്കുമായി മാത്രം ഉണ്ടായി, എത്ര ആളും മരിച്ചു. ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാവരും പറയുന്നത് പോലെ തന്നെ വാഹനം അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ എൻട്രി പോയിന്റിലേക്ക് പെട്ടെന്ന് വാഹനങ്ങൾ കയറുന്നത് മൂലമുണ്ടാകുന്ന ഒരു അപകടം തന്നെയാണ് ഇന്നലെ ഉണ്ടായ ഈ ഒരു ദാരുണമായ സംഭവത്തിൻ്റെ ഒരു വ്യക്തമായ കാരണം.